റിബൺ എടുക്കുക. റിബൺ എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം കോണോട് കോണിങ്ങനെ പിടിക്കുക. ഒരു ശകലം ഡിസ്റ്റൻസ് ഇട്ട് അടുത്ത സൈഡും അതുപോലെ ഒന്ന് മടക്കുക. ഇതാണ് അതിൻ്റെ നീളം വീതി എന്ന് പറയുന്നത്. ഇതിനെ 2ഓ 3ഓ നമുക്ക് 25 ലീഫ് ആവശ്യമുണ്ട്. അത്രയും ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ 2 പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കോണ് മടക്കി അതങ്ങ് വെട്ടിക്കളയുക. അതേ സൈഡിൽ നിന്ന് തന്നെ മറ്റേ സൈഡും താഴോട്ടൊന്ന് മടക്കി ആ കോണും വെട്ടിക്കളയുക. അപ്പോൾ 2 സൈഡിലും നീളത്തിനുള്ള കുറച്ച് ഭാഗം കിട്ടും. ആ ഭാഗം താഴോട്ട് മടക്കി ഒന്നുകിൽ നിങ്ങൾക്ക് ഉരുക്കി ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സൂചിയും നൂലും വച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് എടുക്കാം. ഏതായാലും സേഫ് തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെല്ലാം യോജിപ്പിക്കുക എന്നുള്ളതാണ്. 25 ലീഫൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലവറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പെറ്റൽ എടുത്ത് അടുത്ത പെറ്റൽ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് എടുക്കണം. അങ്ങനെ 25 പെറ്റൽസും കോർത്തതിന് ശേഷം ഈ നൂല് നമുക്കിതിനെ ഒന്ന് വലിച്ച് ചുരുക്കി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് കെട്ടൊന്നും ഇടരുത്. ആ ഒറ്റ സിംഗിൾ ലെയറിൽ തന്നെ തയ്ച്ചു പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചുരുക്കി എടുക്കണം. എടുത്ത് കറക്റ്റ് ലീഫിൻ്റെ പൊസിഷനാക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഒരു തയ്യലിട്ട് അതിന് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അതിനെ കുറേശ്ശെ അവിടം വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടുക. റൈറ്റ് സൈഡായാലും ലെഫ്റ്റ് സൈഡായാലും ഏത് സൈഡിൽ നിന്ന് ചുരുട്ടിയാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ചുറ്റി വന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു റോസ് ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. റോസ് ഫ്ലവറിന് ഒരു ഞെട്ട് വേണമല്ലോ. ആ തണ്ടും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളി റോസ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്.